ഇവിടെ? ഞാനും നില ഇവിടെ ഉള്ള കാര്യം അറിഞ്ഞിട്ടാണോ വന്നത്? എന്റെ മോളെ എന്റെ പിടിക്കാനാണോ ഇവ വന്നത്? എന്റെ മോള് എന്റെ മോള് എന്റെ ഇറങ്ങി പോടാ. എന്റെ മോളെ തരാൻ ചേച്ചി ചേച്ചി എന്റെ കുഞ്ഞാണത്. കുഞ്ഞിനെ താടാ. കുഞ്ഞിനെ അങ്ങോട്ട് കൊണ്ടുവന്നേ. കുഞ്ഞിനെ തരാൻ. അമ്മ ഇത് ആരാണ്? ഇത് എനിക്കുണ്ടായ കുഞ്ഞാ. അവിടെ എനിക്ക് വേണം. പെണ്ണുങ്ങളുടെ അടുത്ത് വന്നിട്ടാണോ വഴക്കുണ്ടാക്കുന്നത്? നോക്ക, എന്റെ കാര്യത്തിൽ ഇടപെട്ട അടിച്ചു വീഴ്ത്തി ഞാൻ ഇവിടെ. നീ ആരാണ് എന്നെ തറയാ? ഇത് എന്റെ കുഞ്ഞാ. ഇവിടെ എന്റെ കൂടെ ജീവിക്കും. ആരെങ്കിലും എന്റെ അടുത്ത് വന്നാ വിവരം അറിയും. എന്താ ഇതൊക്കെ? ചക്കരെ, ഞാനാടോ നിന്റെ അച്ഛൻ. ഇവരുടെ കൂടെയൊക്കെ ജീവിച്ച നിനക്ക് ആപത്താ. നീ ഇവിടെ നിൽക്കണ്ട. അച്ഛൻ്റെ കൂടെ വന്നേക്ക്. ഞാൻ നോക്കിക്കോളാം. കൊച്ചിനെ മര്യാദക്ക് തന്നിട്ട് പോടാ. നീ എങ്ങോട്ടാ കുഞ്ഞിനെ കൊണ്ടുവന്ന്? വിജി, വിജി, എന്താ മോളെ? നീ എന്തിനെങ്ങനെ നിലവിളിച്ചോണ്ട് എണീറ്റിരിക്കുന്നെ? ഞാൻ നിന്നോട് ചോദിക്കുന്ന എന്താ പറ്റിയ വിജി? ഒന്നുമില്ല, ഒരു സ്വപ്നം കണ്ടതാ. ബാക്കിയുള്ളവന്റെ നല്ല ജീവൻ അങ്ങ് പോയി. രാത്രി ഓരോന്ന് ആലോചിച്ച് ഉറങ്ങാൻ അങ്ങ് കിടക്കും. അതാ ഇങ്ങനെയുള്ള സ്വപ്നമൊക്കെ കാണുന്നത്. അത് പോട്ടെ, ചൂടുള്ള കാപ്പി എടുത്തു വെച്ചിട്ടുണ്ട്, വന്ന് കുടിക്കും. അമ്മ ചെല്ല, ഞാൻ വരാം. നില, മോളിങ് വാ, സ്കൂളിൽ പോവാൻ സമയേ. മുത്തശ്ശി ഒരുക്കാം, വാ. എന്റെ ദൈവമേ, സ്വപ്നം കണ്ടതുപോലെ ഒന്നും സംഭവിക്കരുത്. എന്റെ കുഞ്ഞിനെ എന്റെ അടുത്ത് നിന്ന് അകറ്റരുത്. ഒരു കാരണവശാലും എന്റെ മോള് നില ആ വിക്രമിന്റെ കൺമുമ്പിൽ പെടരുത്. ഈശ്വര, എന്റെ മോളുടെ ജീവിതത്തിൽ നടക്കുന്നതൊക്കെ അങ്ങ് കാണുന്നില്ലേ? എന്തിനാ അവളോട് ഇത്ര ദ്രോഹം ചെയ്യുന്നേ? സന്തോഷായിട്ട് ജീവിക്കേണ്ട കാലത്തെ എല്ലാം നശിപ്പിച്ചിട്ട് ഓരോ ദിവസം എന്റെ മോള് കണ്ണീര് കുടിച്ചോണ്ടിരിക്കുക. ഇനിയുള്ള അവളുടെ ജീവിതത്തില് എന്നാ അവൾക്കൊരു സമാധാനം ഉണ്ടാവുക? അവളുടെ ഓരോ ദിവസത്തെ കഷ്ടപ്പാടും അങ്ങ് കാണുന്നില്ലേ? എന്താ എന്റെ മോളോട് കണ്ണു തുറക്കാത്ത? ഇനി എത്ര നാളും കൂടി എന്റെ മോളി കഷ്ടപ്പാടും ദുരിതവും അനുഭവിക്കണം? ശരിയോ തെറ്റോ, അവൾക്ക് ഇഷ്ടപ്പെട്ടവന്റെ കൂടെ അവളൊരു ജീവിതം തുടങ്ങിയിരുന്നു. കൺമുമ്പിലില്ലെങ്കിലും അവള് സന്തോഷത്തോടെ ജീവിക്കുന്നെന്നുള്ള സമാധാനം ഉണ്ടായിരുന്നു എനിക്ക്. ഒരു പ്രളയം വന്ന പോലെ എന്റെ മോളുടെ തലവിധിയൊക്കെ മാറി മറിഞ്ഞിരിക്കുക. ഇന്ന് തീരും നാളെ തീരുമെന്ന് വിചാരിച്ച് എത്ര നാളായിട്ട് എന്റെ മോളിങ്ങനെ കിടന്ന് വിഷമിക്കുക. ഞാൻ അങ്ങയോട് ഒരേ ഒരു കാര്യം മാത്രമേ യാചിക്കുന്നുള്ളൂ. എന്റെ മോളുടെ പഴയ ജീവിതം ഒന്ന് തിരിച്ചു കൊടുക്ക അവൾക്ക്. എന്റെ മോളുടെ ജീവിതം നിന്റെ കയ്യിലുള്ളത്. അവൾ ആഗ്രഹിച്ച് കണ്ടെത്തിയവനായിട്ട് പിന്നെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് എനിക്ക് ഇതുവരെ അറിയില്ല. ഇനി അത് എന്ത് പ്രശ്നമായാലും
രണ്ടുപേരും പരസ്പരം സംസാരിച്ച് അവരെ വീണ്ടും ഒരുമിപ്പിക്കണമെന്നാ ഞാൻ ആഗ്രഹിക്കുന്നത്. എവിടെയാണ് അവളുടെ ജീവിതം ഇല്ലാതായത്? അതേ എടുത്ത് തന്നെ എന്റെ മോളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതൊക്കെ പറയാൻ എനിക്ക് നീ മാത്രമേ ഉള്ളൂ. എന്റെ ഭഗവാന്, എങ്ങനെയെങ്കിലും വിജയുടെ ഭർത്താവിന് എനിക്കൊന്ന് കാണിച്ചു തരണം. ഇനി എന്റെ ഒരേ ഒരു ലക്ഷ്യം അവനെ എങ്ങനെയെങ്കിലും തേടി കണ്ടെത്തുക എന്നുള്ളത് മാത്രമാണ്. പക്ഷെ ഒരു കാര്യം എനിക്ക് വ്യക്തമായിട്ടറിയാം, അവനെ എങ്ങനെയെങ്കിലും തേടി കണ്ടെത്താൻ കഴിയുന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. എന്റെ വിശ്വാസത്തെ കാത്തു രക്ഷിക്കണേ ഭഗവാനെ.